ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ എനിക്ക് കുറേ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ചുരിദാറിൻ്റെ ടോപ്പാണ്. അന്നേ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊന്ന് പഠിപ്പിച്ചുകൂടേന്ന്. അതുകൊണ്ട് നമുക്ക് ഇന്നത് പഠിച്ചേക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇത് നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ആണ്. അതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതലുള്ള ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ക്ലാസ് 1 മുതൽ നിങ്ങൾ കാണണം കേട്ടോ. അതിൻ്റെ അകത്താണ് നമ്മളെ ഷോൾഡർ കാൽക്കുലേഷൻ, കുറേ തിയറി കാര്യങ്ങളും കണക്കുകളെല്ലാം സ്റ്റിച്ചിങ്ങിൽ വരുന്നുണ്ട്. അതെല്ലാം സ്റ്റാർട്ടിങ് മുതൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സൂപ്പറായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഞാനിതാ ഉറപ്പ് തരുന്നുണ്ട് കേട്ടോ. നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് പോകാം. ഇതാ നമ്മളെ ചുരിദാർ ടോപ്പിന് വേണ്ടുന്ന അളവുകളെല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ ഈ എഴുതിയ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ അളവ് ബോഡിയിൽ നിന്ന് എടുക്കുക. അതിൻ്റെ ക്ലാസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ അളവെടുത്തിട്ട് അതുപോലെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ തയ്യൽ തുമ്പെല്ലാം ചേർത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. അതല്ലേ നല്ലത്? നിങ്ങൾ അളവിൽ തന്നെ ചെയ്താൽ മതി. വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കുന്നത് ചെയ്തിട്ട്. ഇതാ ചുരിദാർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമാതിരി ഷേപ്പിലാണ് ഉണ്ടാവുക. ഫ്രണ്ട് പാർട്ട് മാത്രം ഞാനിങ്ങനെ കാണിക്കാൻ എടുത്തുകൊണ്ടുവന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഓരോ അളവുകളും ചെസ്റ്റും ബെസ്റ്റെല്ലാം നിങ്ങൾക്ക് ഏതായാലും ഒന്ന് പറഞ്ഞു തന്നേക്കാം. നമ്മൾ ആദ്യത്തെ അളവാണ് ഫുൾ ലെങ്ത്ത്. ഫുൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഷോൾഡർ മുതൽ ഈ താഴെ ഇത്രയും വരെ വരുന്ന അളവാണ് ഫുൾ ലെങ്ത്ത് നമ്മളെ ടോപ്പിൻ്റെ. അപ്പോൾ കറക്റ്റ് അളവ് നിങ്ങൾ എടുക്കുക. അളവ് ചുരിദാറിന്നോ ബോഡിന്നോ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇവിടെ 42 ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് തയ്യൽ തുമ്പൊക്കെ ചേർക്കണം അല്ലേ. ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും താഴെ മടക്കിയെടുക്കാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും മതിയല്ലോ. അങ്ങനെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 42 + 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി അടുത്തത് നോക്കിയാട്ടെ, നമ്മളെ ഫുൾ ഷോൾഡർ 14 തന്നിട്ടുണ്ട്. ഫുൾ ഷോൾഡർ എന്ന് പറയുമ്പം ഇവിടെ നിന്ന് മുതൽ ഇപ്പുറത്തെ ഷോൾഡർ വരെ നമ്മളെ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പം മറ്റേ ഒരു ഷോൾഡർ മുതൽ മറ്റേ ഷോൾഡർ വരെയുള്ള അളവാണ് നമ്മളെ ഫുൾ ഷോൾഡർ കേട്ടോ. അങ്ങനെ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും രണ്ടായി മടക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം അന്നേരം നോക്കാം. അങ്ങനെ മടക്കിയെന്ന് വിചാരിക്കേ, മടക്കിയിട്ടാകുമ്പോൾ അപ്പോൾ നമ്മളെ ഫുൾ ഷോൾഡറിൻ്റെ പകുതിയെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ പകുതി എന്ന് പറയുമ്പോൾ 14ൻ്റെ പകുതി 7 എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. പക്ഷേ എങ്കിൽ ഇവിടെ നമ്മൾ എന്തായാലും ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എപ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഷോൾഡറെല്ലാം ഊരിപ്പോവും, അങ്ങനെ എല്ലാം തെറ്റിക്കൊളായി പോവും കേട്ടോ. നല്ല ഡീപ്പ് നെക്കാണെങ്കിൽ നമ്മൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതിൻ്റെ അകത്തുനിന്ന് കുറച്ച് അളവുകളെല്ലാം കുറച്ച് കൊടുക്കാനുണ്ട്. അതല്ല നമ്മൾ ഷോൾഡർ കാൽക്കുലേഷൻ്റെ അകത്ത് മുന്നേ പഠിച്ചു. അതന്നേരം നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് അളവാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. 36 എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ചെസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈക്കുഴിയിലേക്ക് ടാപ്പ് ഇട്ടിട്ട് നമ്മളെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ടാപ്പ് ഇട്ട് നമ്മൾ ആ കൈക്കുഴി വഴി ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് അളക്കുന്ന നമ്മളെ ചെസ്റ്റ് റൗണ്ടാണത്. എനിക്ക് 36 വരുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഏതായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കൈക്കുഴി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ടാപ്പ് ഇട്ടിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 1 ഫിംഗർ ലൂസിൽ വേണം നമ്മൾ എപ്പോഴും അളവെടുക്കാൻ വേണ്ടിയിട്ട്. അല്ല അയാളെ വലിച്ച് പിടിച്ച് അളവെടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതുകൊണ്ട് അളവെടുക്കുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഈ കൈക്കുഴിയിലേക്ക് ബാക്കിൽ നിന്ന് ടാപ്പ് ഇട്ട് കൊണ്ടുവരിക. കറക്റ്റ് 1 ഫിംഗർ ലൂസിൽ അളവെടുക്കുക. അപ്പോൾ എനിക്കിവിടെ 36 ആണ് വരുന്നത്. ചെസ്റ്റ് അളവ് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പം നമ്മൾ തുണി 4ആയി മടങ്ങിയിട്ടാണ് ഉണ്ടാവുക. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും 2ആയി മടങ്ങും. അങ്ങനെ 4ൽ 1 വേണം നമ്മൾ ചെസ്റ്റിൻ്റെ 4ൽ 1 എടുത്തിട്ടായിരിക്കും തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ലൂസ് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ചേർക്കണം. പിന്നെ തയ്യൽ തുമ്പ്. ഇനി അടുത്ത അളവാണ് ബെസ്റ്റ് അളവ് 36.5. അപ്പോൾ എനിക്ക് ചെസ്റ്റിനേക്കാളും ഒരു 1/2 ഇഞ്ച് ബെസ്റ്റ് അളവ് വരുന്നുണ്ട്. ബെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റിൻ്റെ താഴത്തെ ആ ഭാഗമില്ലേ, ആദ്യത്തെ അളവാണ്. ചിലർക്ക് അത് കൂടുതലായിരിക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, എത്ര കൂടുതലായാലും കറക്റ്റ് ആദ്യത്തെ അളവ് കൂടെ എടുത്തിട്ട് നമ്മൾ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അളവെടുത്ത് കഴിഞ്ഞാൽ ചില ചേച്ചിമാർ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബെസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് പരത്തിയ കണക്കനൊക്കെ കാണുന്നില്ലേ, അത് ഭംഗികേടാണ്. ഞാൻ വരച്ച് കാണിക്കുന്ന കണ്ടോ. ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മളെ ബെസ്റ്റിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ടാപ്പ് ചുറ്റിയിട്ട് ഇവിടുത്തെ വണ്ണം നിങ്ങൾ എന്ത് വന്നാലും അളവെടുക്കണം കേട്ടോ. എന്നാലേ ഭംഗിയിൽ നമ്മളെ ചുരിദാർ നിൽക്കുകയുള്ളൂ. അല്ലാണ്ട് ഇവിടെ ടൈറ്റായി കഴിഞ്ഞാൽ ഇടുന്നവർക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ടാവും.
അപ്പോൾ ഇവിടുത്തെ അളവ് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യുക. 4/1 എടുത്ത് 36.5 ബെസ്റ്റ് എനിക്ക് വരുന്നത്. അപ്പോൾ 36.5-ൻ്റെ 4/1 കാലിഞ്ച് ലൂസും പിന്നെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ചെസ്റ്റ്, രണ്ടാമത് ഞാൻ വരച്ചത് ബെസ്റ്റ്. ഇനി അടുത്തത് വേസ്റ്റ് അളവാണ് നമ്മളെ ഷേപ്പ് അളവ്. പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മളെ ഹിപ്പ് അളവ്. അതുപോലെ തന്നെ ഹിപ്പ് അളവും നല്ല ഭംഗിയിൽ നിങ്ങൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടുന്ന ഒരളവ് കൂടിയാണ്. ഇനി നിങ്ങൾ നോക്കിയ വേസ്റ്റ് അളവ് 33 വരുന്നുണ്ട്. കറക്റ്റ് നിങ്ങൾ ഷേപ്പിൽ നമ്മളെ ബോഡിയിലെ ഷേപ്പിൻ്റെ അടുത്ത അളവാണ് നിങ്ങൾ എടുത്തു കൊടുക്കേണ്ടത്. വേസ്റ്റ് അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ തെറ്റിക്കാണ്ട് അളവെടുക്കുക. പിന്നെ ഹിപ്പ് അളവ് നോക്കിയാട്ടെ, എനിക്കിവിടെ 39 വരുന്നുണ്ട്. ഹിപ്പ് അളവ് നിങ്ങൾ കറക്റ്റ് എടുത്തിട്ടില്ല. ഹിപ്പിൻ്റെ നമ്മളെ സ്ലിറ്റ് വരുന്ന ഭാഗമാണ്, ഓപ്പണിങ് വരുന്ന ഭാഗമാണ് ഹിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സൈഡ് ഓപ്പണിങ് ചുരിദാറാണേ. അപ്പോൾ ആടത്തെ അളവ് നിങ്ങൾ ടൈറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, നിങ്ങൾക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ നമ്മളെ ചുരിദാർ കാണാൻ. ഈടെ ഞാൻ ഈ വരച്ച ഈടെ നമ്മളെ ആ ഒരു അരക്കെട്ടിൻ്റെ ഭാഗമാണ് നമ്മളെ ഹിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ടാപ്പ് ഇട്ടിട്ട് നിങ്ങൾ അളവ് അങ്ങ് എടുക്കുക. എന്നിട്ട് ഹിപ്പിൻ്റെ 4/1 എടുത്ത് മാർക്ക് ചെയ്യുക, ലൂസും മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് എങ്ങനെയായാലും ഹിപ്പിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പാടില്ല കേട്ടോ. മറ്റേ മേലെയൊക്കെ 1.5 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിപ്പിൻ്റെ ആടെ 1 ഇഞ്ചേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മളെ ആം ഹോൾ റൗണ്ട് അളവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈക്കുഴി ചുറ്റിലും വരുന്ന അളവ് 16 ഇഞ്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ആം ഹോൾ എന്ന് പറയുന്ന സാധനം, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കൈക്കുഴി എന്ന് പറയുമ്പം ബാക്കിൽ നിന്നേ അളവ് എടുക്കണ്ടേ. നമ്മൾ ഈ കൈക്കുഴീൻ്റെ അകത്ത് ടാപ്പ് ഇടുക, എന്നിട്ട് ബാക്കിൽ നിന്നേ ഉള്ള അളവ് കൂടെ നമുക്ക് വേണം. അതാണ് നമ്മൾ ആം ഹോൾ റൗണ്ട് അളവ് എന്ന് പറയുന്നത്. അതും എന്ത് വന്നാലും നിങ്ങളിതാ കറക്റ്റ് അളവ് എടുത്തിരിക്കണം. കാരണം ആടെ ടൈറ്റ് ആയാലൊക്കെ ഭയങ്കര വൃത്തികേടായിരിക്കും, പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. ആം ഹോൾ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചുരിദാർ ഇടാനേ തോന്നൂല. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചുരിദാറിൻ്റെ മെഷർമെൻറ്റ്സിൽ വരുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ അളവെടുക്കാൻ പഠിപ്പിച്ച ക്ലാസ് എല്ലാം ഒന്ന് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇനി എന്താ, നമുക്ക് തുണീൻ്റെ അകത്ത് മാർക്ക് ചെയ്യാൻ പഠിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്ക് വിഡ്ത്ത് വേണം, ബാക്ക് നെക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വേണം. പിന്നെ ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു തയ്യൽ തുമ്പിൻ്റെ കാര്യത്തിൽ ലേശം ശ്രദ്ധിക്കാനുണ്ട്. തുണി വെച്ചിട്ടാണ് ചെയ്യുന്നെങ്കിലും നമുക്ക് ലേശം ശ്രദ്ധിക്കാനുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. നെക്കിൻ്റെ കാര്യത്തിൽ പിന്നെ വേറെ പണിയൊന്നും ഇല്ല നമുക്ക്. നിങ്ങളിനി ഒറ്റ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളെ ബെസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ പോയിൻ്റാണ്, കണ്ടില്ലേ നിങ്ങൾ, നമ്മളെ നിപ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നതാണത്. ഇപ്പോൾ നിങ്ങൾ ചെസ്റ്റിൻ്റെ ഈടുന്ന് നേരെ വേസ്റ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. ബെസ്റ്റിൻ്റെ അളവൊന്നും മാർക്ക് ചെയ്യേണ്ട, നേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ ഈ ബെസ്റ്റ് കൂടുതലുള്ള ആ ഒരു ഏച്ചിക്കാണെങ്കിൽ ഇവിടെ ടൈറ്റായിട്ട് നിൽക്കും അല്ലേ. നിങ്ങൾ നോക്കിയാട്ടെ, ചെസ്റ്റിൻ്റെ അടുത്ത് നേരെ താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ബെസ്റ്റ് ഷേപ്പിൽ നിൽക്കാനാടെ സ്ഥലമൊന്നും ഇല്ല. അപ്പോൾ ആടിങ്ങനെ ടൈറ്റായി ഷേപ്പ്ലെസ് ആയിട്ട് തന്നെ നിൽക്കും. എന്ത് ബോറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ബെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ലേശം കേവ് പോലെ ഈ ഒരു ഭാഗത്ത് വരും. ആ ഷേപ്പ് നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് മറന്നു പോലെ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് അളവെടുത്തിട്ട് ചെയ്യുക. ചുരിദാറിൻ്റെ കാര്യത്തിൽ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ, നമ്മളെ ഹിപ്പിൻ്റെ ഈ പോർഷൻ ഇല്ലേ, നമ്മളെ ഹിപ്പിൻ്റെ ആടെയാണ് നമ്മൾ ഓപ്പണിങ് വെച്ച് കൊടുക്കുന്നത്. ഓപ്പണിങ് കൂടുതൽ കയറിപ്പോയാലും ബോറായിരിക്കും. അപ്പോൾ കറക്റ്റ് ഹിപ്പിൻ്റെ ആടത്തെ അളവ് നിങ്ങൾ എടുത്തിട്ട് കറക്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആടെ ടൈറ്റായി പോകരുത്. ഹിപ്പ് അളക്കുമ്പം ലേശം ലൂസായാലും കുഴപ്പമില്ല. ഇവിടെ ടൈറ്റായി കഴിഞ്ഞാൽ എന്തോ ഒരു ഭംഗികേടാ ചുരിദാറിന് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ മേലോട്ടേക്ക് ഇങ്ങനെ ചുരിദാർ ഇങ്ങനെ കയറിപ്പോവും, ഇവിടെയൊക്കെ ചുളിഞ്ഞിട്ടൊക്കെ നിൽക്കും. ഹിപ്പ് ടൈറ്റായി കഴിഞ്ഞാൽ അങ്ങനത്തെ സീനെല്ലാം നമുക്ക് വരും. പിന്നെ സീറ്റ് കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്തോ പോലെ ആയിരിക്കും ചുരിദാർ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഹിപ്പിൻ്റെ ഇടുന്ന് താഴോട്ടേക്ക് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് കട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം, നേരെ വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വീതി താഴെ വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെരിച്ചിട്ട് അങ്ങനെ ലൈൻസ് നിങ്ങൾക്ക് കൊടുക്കാം. അതെല്ലാം പിന്നെ നിങ്ങളെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്താൽ മതിയേ. ഇങ്ങനെ ചെരിച്ചിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ വീതി ഉണ്ടാവും. തുണി നമ്മൾ മടക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2 രീതിയിൽ നമുക്ക് മടക്കാം. ഇതാ ഈ ഡിസൈൻ കണ്ടില്ലേ, ഇത് നേരെയാണ് വരുന്നത്. അപ്പോൾ ആ നേരെ കിട്ടുന്ന രീതിയിലേ എനിക്കിപ്പോൾ ഈ തുണി മടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മടക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിന് നീളം കിട്ടുന്നുണ്ടോ എല്ലാം നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ആ ഒരു പ്രിൻ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെ 2ആയി മടക്കിയിട്ടാണ് കൊടുക്കുന്നത്. മറ്റേ രീതിയിലും നമുക്ക് മടക്കാം, പക്ഷെങ്കിൽ നമ്മളെ പ്രിൻ്റ് അങ്ങനെ തെറ്റിയിട്ടാണ് വരിക അങ്ങനെ മടക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇങ്ങനെ മടക്കി കൊടുത്ത് ആ പ്രിൻ്റ് നേരെ വരുന്ന രീതിയിൽ, കുത്തനെ വരുന്ന രീതിയിലാണ് ഞാൻ അതിനെ മടക്കി കൊടുക്കുന്നത്. 2ആയി മടക്കിയിട്ടാകുമ്പം ഒന്നും കൂടെ നമ്മളതിനെ മടക്കി. അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും
രണ്ടായി മടങ്ങിയിട്ടാണ് ഉള്ളത്. ഇവിടെയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുക്കും. അത് ഞാൻ നിങ്ങൾക്ക് അയൺ ചെയ്തിട്ടൊന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഇവിടെ നെക്ക്, ഇവിടെ ആം ഹോള് കാര്യങ്ങളൊക്കെ വരുമ്പം അത് ഓക്കെ ആവും. പിന്നെ നമുക്ക് ചുളിഞ്ഞതായതുകൊണ്ട് ഇതിനെ ഞാനൊന്ന് അയൺ ചെയ്യും. നിങ്ങൾ നോക്ക്, 4 പാർട്ടായിട്ടാണ് ഉള്ളത് ഈ തുണി ഞാൻ മടക്കിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഒരു തുണി കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കതിനെ 2 രീതിയിൽ മടക്കി കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുണീൻ്റെ അകത്ത് വരുന്ന പ്രിൻറ്റിനെയാണ്. ആ പ്രിൻറ്റ് നേരെ വരുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ചുരിദാർ ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. ചിലരെല്ലാം തെറ്റിച്ച് കൊളാക്കി വെക്കുന്നത് ഈ ഒരു കാര്യമാണ്. എപ്പോഴും ഓർമ്മിക്കണം. എൻ്റെ തുണിയിലിപ്പോൾ ഈ ഒരു വീതിയുടെ അടുത്തേക്ക് പോകുന്ന രീതിയിൽ ഇമാതിരിയാണ് ഡിസൈൻ ഉള്ളത്. എൻ്റെ കള്ളാസിൽ ഞാനിത് വരച്ച് നിങ്ങൾ നോക്കിയാട്ടെ, ഇതേപോലെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് തുണി ഇപ്പം മടക്കിയിട്ടിട്ടുള്ളത് എന്ന്. ഈ തുണീനെ, ഈ ഒരു കള്ളാസിനെ ഞാൻ 2ആയി മടക്കി കൊടുക്കാനാണ് പോകുന്നത്. എൻ്റെ നീല തുണീൻ്റെ അകത്തും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് ഇങ്ങനെ 2ആയി ഡിസൈൻ നോക്കി 2ആയി മടക്കിയിട്ടാകുമ്പം ഒന്നും കൂടെ ഇങ്ങനെ മടക്കി കൊടുത്ത്. അപ്പോൾ നമ്മൾ തുണി 4ആയി മടങ്ങിയിട്ടേ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആക്കിയേക്കാം. ഇവിടെ ഫോൾഡ് വരുന്ന ഭാഗമല്ലേ, അവിടെ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കാം. ഇനി നിങ്ങൾക്ക് സംശയമൊന്നും വരണ്ട. എന്നിട്ട് നമുക്ക് വേറെ രീതിയിലും കൂടെ ഒന്ന് ചെയ്യാനുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ടിനെ 2ആയി മടക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബാക്ക് പാർട്ടിനെയും വെക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്ക് നെക്കിൻ്റെ ആടെയൊക്കെ കട്ട് ചെയ്യുമ്പം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും വേറെ നെക്കായിരിക്കില്ലേ ഉണ്ടാവുക. അതുകൊണ്ട് കേട്ടോ, ഇപ്പം ഞാനിത് കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. നമ്മൾ ആം ഹോൾ ഇവിടെ വരച്ചിട്ട് ശ്രദ്ധിക്കണേ നിങ്ങൾ. ഇവിടെ ആം ഹോളാന്ന് വിചാരിക്കുക. ഇവിടെ നമ്മളെ ഷേപ്പും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നെക്കിൻ്റെ കാര്യം, ഫ്രണ്ട് നെക്ക് വേറെ ആയിരിക്കും, ബാക്ക് നെക്ക് വേറെ ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഇതാ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ടാകുമ്പം നിങ്ങൾ ബാക്ക് നെക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വരയ്ക്കുക. ഈ ഒരു രീതിയിലും വരക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നെക്കിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, രണ്ടും കൂടെ ഒപ്പരം കട്ട് ചെയ്യാണ്ട് പോവുക. ഇത് മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ നീല തുണീൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കട്ടിങ് മെത്തേഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. നമ്മളിപ്പം ചെയ്തത് എങ്ങനെയാണ്? ഇങ്ങനെ മടക്കി കൊടുത്തിട്ടാകുമ്പം ഒന്നും കൂടെ മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി, ഇതിനെ നമുക്ക് ഇതാ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം. ഇങ്ങനെയാണ് അധികവും നമ്മൾ ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മളെ പ്രിൻറ്റിനെ നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ടാകുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ മടക്കുക. നീളം എത്തുന്നുണ്ടോ, ടോപ്പിൻ്റെ നീളം എത്തുന്നുണ്ടോ എന്നെല്ലാം നോക്കണം. എന്തെല്ലോ നോക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ നെക്ക് വരക്കുന്നു, ബാക്ക് നെക്കെല്ലാം വരച്ചു കൊടുക്കണം. ഇതേപോലെ ഷേപ്പും കൊടുക്കുന്നു. ഇനി മേളിലെ ഭാഗത്ത് ഫോൾഡായിട്ടായിരിക്കും മടക്കാന്ന് ഉണ്ടാവുക. അത് നമുക്കങ്ങ് സെപ്പറേറ്റ് ആക്കിയേക്കാം. അല്ലെങ്കിൽ ആം ഹോൾ കട്ട് ചെയ്തിട്ടാകുമ്പം സെപ്പറേറ്റ് ആക്കിയാൽ മതി. നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ലേശം തുണിയൊക്കെ ലാഭം കിട്ടും. വേണമെങ്കിൽ മതി, കുഴപ്പമൊന്നുമില്ല അവിടുത്തെ കട്ട് ചെയ്ത് പോയാലും. എന്നിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. പിന്നെ ബാക്ക് നെക്ക് വരച്ചു കൊടുക്കണം കേട്ടോ, സെപ്പറേറ്റ് വരച്ചു കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ 2 രീതി. ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇനി എങ്ങനെയും നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പേപ്പറിൻ്റെ അകത്ത് കട്ട് ചെയ്ത് നോക്കുക. 2 പേപ്പർ ഒട്ടിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യുക. നമ്മൾ മടക്കിയിട്ട തുണി ഇതാ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലെ ഭാഗത്തൊരു ലൈൻ കൊടുത്തത് കണ്ടല്ലോ നിങ്ങൾ. അതെന്തിനാണ് കൊടുത്തേ? നമ്മളെ തുണി ലേശം ലെവലല്ലാത്ത പോലെയല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് ആടെ ഞാനിങ്ങനെ ലൈൻസ് എല്ലാം കൊടുത്ത് നല്ല രീതിക്ക് തുണിയാക്കിയത്. ഇനി നമുക്ക് ഏതായാലും ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാകുമ്പം നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യണേ. ഞാനിതിങ്ങനെ കട്ട് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ലൈക്ക് ബട്ടൺ തൊട്ടാട്ടെ. നിങ്ങളൊന്ന് തീരെ ലൈക്കൊന്നും ചെയ്യാത്തേ. നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് ആണ്. നമ്മളെ ഷോൾഡർ മുതൽ എത്ര വരെയാണ് നമ്മളെ ടോപ്പ് ലെങ്ത്ത് വേണ്ടത്, കറക്റ്റ് അളവെടുക്കുക. അത് മാർക്ക് ചെയ്യുക. പ്ലസ് തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാൻ പോവില്ലേ. എന്നിട്ട് 1 ഇഞ്ച് നമുക്ക് താഴെ മടക്കിയടിക്കാനും വേണ്ടേ. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. 42 ഫുൾ ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ച് ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത്. താഴെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുമ്പം വളഞ്ഞു പോകാണ്ടിരിക്കാൻ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നും 43.5 എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ
കറക്റ്റ് നേരെ വരണം, അല്ലെങ്കിൽ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കണം. നമ്മൾ ഈ മടക്കി ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ വീതിയെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. ചിലർ ചോദിക്കും നമുക്കിവിടെ വീതി എത്തൂലേന്ന്. നമ്മളെ ബോഡിയിൽ ഇപ്പോൾ ഹിപ്പ് റൗണ്ടാണ് എനിക്ക് കൂടുതൽ വരുന്നത്, അപ്പോൾ ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 പ്ലസ് തയ്യൽ തുമ്പ് എനിക്കിവിടെ കിട്ടുന്നില്ലേന്ന് ഞാൻ നോക്കുന്നുണ്ട്. അതുപോലെ ചുരിദാറിൻ്റെ താഴെ ഭാഗത്തെ നമ്മളെ ആടത്തെ ഒരു വീതി, ഇനിയിപ്പം ഹിപ്പിൻ്റെ ആടുന്ന് സ്ട്രെയിറ്റ് കട്ടാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഹിപ്പിൻ്റെ അവിടുത്തെ നോക്കിയാൽ മതി. കുറച്ചും കൂടെ താഴെ വീതിയാക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്ര വീതി വേണം, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതാണ് ഇങ്ങനെ മടക്കി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഞാനിതാ ഈ ലെങ്ത്ത് മാർക്ക് ചെയ്ത് ഇടുന്ന തുണി ഇങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി നമ്മളെ സ്ലീവിൻ്റെ പോർഷനാണ് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ടാകുമ്പം ഷോൾഡറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇനി നമുക്കിതാ നമ്മൾ കടലാസിൽ ചെയ്ത പോലെ തന്നെ ഈടുന്ന് ഈ ഭാഗം അങ്ങ് നമുക്ക് കട്ട് ചെയ്ത് എടുത്തേക്കാം. ഇവിടെ മടക്കായിട്ടല്ലേ വരുന്നത്, ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ മടക്കി ഇട്ട് കൊടുക്കാം. അതല്ലേ നമുക്ക് നെക്കെല്ലാം മാർക്ക് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് ഇതാ ഈടുന്ന് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, തെറ്റിപ്പോകുന്നെന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ നമുക്ക് 2 പാർട്ടാക്കിയിട്ട് ഇതിനെ മാറ്റണ്ടേ, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇതിങ്ങനെ നിവർത്തിയിട്ടിട്ട് ഞാനിതാ ഫ്രണ്ട് പാർട്ടിൻ്റെ ആദ്യം മടക്കിയിട്ട് കൊടുക്കും, എന്നിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ ബാക്ക് പാർട്ടിനെ മടക്കിയിട്ട് കൊടുക്കും. മോശം ഭാഗം പുറത്ത്, നമുക്ക് ചോക്കെല്ലാം വരയ്ക്കേണ്ടതല്ലേ, അതുകൊണ്ട് മോശം ഭാഗത്തിനെ പുറത്താക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഏതെങ്കിലും ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക. ഇനി രണ്ടാമത്തെ പാർട്ടും ഇതുപോലെ 2ആയി മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് നല്ല നീറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എല്ലാം ഒപ്പിച്ച് സൈഡെല്ലാം ഒപ്പിച്ച് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഇങ്ങനെ മടക്കിയിട്ടാകുമ്പോൾ നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ ഷോൾഡറാണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലേശം കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. നമ്മൾ തോന്നും പോലെ എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഷോൾഡർ ലൂസായി പോകുന്ന പ്രോബ്ലം വരാറില്ലേ ചിലർക്കെല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് 4 ഇഞ്ച് വരുന്നുള്ളൂ കേട്ടോ. 2.5 ഇഞ്ചിനും കൂടുതൽ ആണെങ്കിൽ, ബാക്ക് നെക്ക് ലെങ്ത്ത് 2.5ലും കൂടുതലാവുമ്പോഴാണ് നമ്മൾ ഈ കണക്ക് നോക്കേണ്ടത്. അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്ത് 4ൻ്റെ അന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യുക, 2 തന്നെ. എന്നിട്ട് ആ കിട്ടിയ 2 ഇഞ്ചിനെ നമ്മളൊരു 1/4 ഇഞ്ച് കൊണ്ട് ഗുണിക്കുക. അന്നേരം കിട്ടുന്നത് എത്രയാണ് നോക്കുക. അപ്പോൾ ഈ നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത്തിൻ്റെ അന്ന് 2 ഞാൻ കുറച്ചില്ലേ, ആ 2 എല്ലാവർക്കും അതേ 2 തന്നെയാണ് കേട്ടോ. ഇപ്പോൾ 6 ആയാലും 7 ആയാലും ബാക്ക് നെക്ക് 2 തന്നെയാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കിട്ടിയതിന് 1/4 ഇഞ്ച് കൊണ്ട് ഗുണിച്ചപ്പം 0.5 ഇഞ്ച് കിട്ടിയേ. ഈ കണക്ക് ഞാൻ ആദ്യമേ ക്ലാസ് 8 നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, നമ്മളെ ഫുൾ ഷോൾഡർ എത്രയാണ് നോക്കുക. 14 ഇഞ്ച്, 14ൻ്റെ പകുതി 7 പ്ലസ് 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും ചേർത്തിട്ട് നോക്കുക. 7.25 കിട്ടിയേ. ഇത്ര വരെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്നിട്ടാകുമ്പം ഈ 7.25 ഷോൾഡറിൻ്റെ ഈ 7.25ൻ്റെ അകത്ത് നമ്മൾ ഈ നേരത്തെ കിട്ടിയ 1/2 ഇഞ്ച് 0.5 ഇഞ്ച് മൈനസ് ചെയ്യുക. എത്രയുണ്ടാവും? 6.25 അങ്ങനെ നമുക്ക് വരും. അപ്പോൾ 6.25 നമ്മളെ ഷോൾഡറായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്ക് നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചാണ്. 2.5 ഇഞ്ചിലും കൂടുതൽ ആവുമ്പോൾ, നല്ല ഡീപ്പ് നെക്ക് ആവും തോറും നമ്മളെ ഷോൾഡർ ലൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ മാത്രമേ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഫുൾ ഷോൾഡറിൻ്റെ 14ൻ്റെ പകുതി 7 എടുത്ത് മാർക്ക് ചെയ്ത് പ്ലസ് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലൂസായിരിക്കും, നമ്മളെ ഷോൾഡർ ഊരിപ്പോകും. ഈ ഷോൾഡറിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് 8 തോന്നുന്നു ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊന്ന് പോയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പം ചുരിദാറിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഷോൾഡർ 6.25 അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാ ഈ മുകളിൽ ഇതാ ഞാനിവിടെ 6.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ 6.25 ഇഞ്ച് നമ്മൾ എവിടെയാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ആം ഹോൾ ലൈൻ വരച്ചു കൊടുക്കാം. ആം ഹോൾ ലൈനും നമുക്ക് ഈ 6.25 എന്നെ എടുത്ത് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 7 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യാം. ഒരു 1/4 ഇഞ്ച് വ്യത്യാസമൊക്കെ നമുക്ക് വരുത്തേണ്ടി വരും. ഈ ആം ഹോൾ ലൈനും വരച്ച് ആം ഹോൾ കേവും വരച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ ആം ഹോൾ റൗണ്ട് അളവ് തന്നിട്ടുണ്ട് 16 ഇഞ്ച് അല്ലേ. ഈ 16 ഇഞ്ചിൻ്റെ പകുതി ആം ഹോൾ കേവിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട് അത്രേ. അപ്പോൾ നമുക്കിപ്പോൾ 6.25 എന്നെ ഷോൾഡർ എത്രയാണോ അത് തന്നെ എടുത്തിട്ട് ആം ഹോൾ ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തത് ചെസ്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ.
നമ്മൾ ഈ ഒരു ആം ഹോൾ ലൈന് വരച്ചതിൻ്റെ എൻഡിൽ സ്കെയിൽ മുട്ടിച്ച് വെച്ചിട്ട് നമ്മളെ ചെസ്റ്റ് 36 തന്നിട്ടുള്ളേ, 36 ഹരിക്കണം 4 നോക്കുക. ഒരു 1/4 ഇഞ്ച് ലൂസും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ലൂസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ കൂടുതൽ ലൂസൊന്നും കൊടുക്കുന്നില്ല. ലൈനിങ് വെച്ചതുകൊണ്ട് നമുക്ക് ലൂസ് എന്തായാലും 1/4 ഇഞ്ച് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ടൈറ്റായി പോകും. 36നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് 9 കിട്ടിയിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് ലൂസും കൂടെ ചേർത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തു 9.25. ഇനി തയ്യൽ തുമ്പെല്ലാം ഞാൻ മാർക്ക് ചെയ്യും കേട്ടോ, അതെല്ലാം ചെയ്യാം. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇത്ര വരെ നിങ്ങൾ ചെയ്തിട്ട് നമുക്ക് ആം ഹോൾ കേവ് വരച്ചിട്ടാകുമ്പോൾ മാത്രമേ ബാക്കിയുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആം ഹോൾ കേവ് വരച്ചിട്ട് അത് നമുക്ക് മെഷർ ചെയ്ത് നോക്കണം. ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ആം ഹോളെല്ലാം ടൈറ്റായി പോവില്ലേ. ആം ഹോൾ കേവ് വരക്കാൻ വേണ്ടിയിട്ട് ഈടുന്ന് ഈ കോർണറിന് 1.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ല വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാകുമ്പോൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ കേവ് വരച്ച് കൊടുക്കുകയെന്ന് കേട്ടോ. ഇവിടെ നമുക്ക് 36 ചെസ്റ്റിനൊക്കെ 1.5 എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. പിന്നെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ എന്തായാലും കുറച്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനെല്ലാം ഉണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം ഇവിടെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നമുക്ക് വേണമല്ലോ. ആ 1/4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ടാപ്പ് എടുത്തിട്ട് നമ്മളെ ആം ഹോൾ റൗണ്ട് അളവ് 16 വരുന്നത്. 16ൻ്റെ പകുതി 8 ഇഞ്ച് ഉണ്ട് ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ എങ്ങനെ മെഷർ ചെയ്ത് നോക്കി. ഇങ്ങനെ ചെരിച്ച് ടാപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ചിലപ്പോൾ 8 ഇഞ്ച് കിട്ടില്ലായിരിക്കാം. അന്നേരം നമ്മളിതിനെ മാറ്റി ചെയ്യാനെല്ലാം ഉണ്ട്. നോക്കിയാട്ടെ, 7.5 കിട്ടുന്നുള്ളൂ. ഒരു 1/2 ഇഞ്ചിൻ്റെ കുറവ് നമുക്കിവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് ശരിയാക്കി കൊടുക്കണ്ടേ. ഈ ഒരു തെറ്റ് ശരിയാക്കാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമ്മളെ ഈ ഒരു ആം ഹോൾ ലൈൻ നമ്മൾ വരച്ചില്ലേ, നമ്മൾ ഷോൾഡർ 6.25 മാർക്ക് ചെയ്ത് 6.25 തന്നെയാണ് നമ്മൾ ആം ഹോൾ ലൈനായിട്ടും കൊടുത്തത്. ആ 6.25 കൊടുത്തതിന് ലേശം കൂടി ഒന്ന് നീട്ടി വരക്കുക. ഒരു 7, ഒരു 1/4 ഇഞ്ച് കൂടെ ചേർത്തിട്ട് ഒരു 7 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 8 ഇഞ്ച് അളന്ന് നോക്കുമ്പോൾ അവിടെ കിട്ടുന്ന രീതിയിൽ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനെന്താ വരച്ച് കാണിക്കാം. ഇനി ഇതാ ഞാൻ റോസ് ചോക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം, മനസ്സിലാകണ്ടേ നിങ്ങൾക്ക്. ഇതാ നമ്മളെ ആം ഹോൾ ലൈന്. ഇതിനെ ഞാനൊന്ന് നീട്ടി വരക്കാനാണ് പോകുന്നത്. 6.25 ഉള്ളത് ഒരു 1/4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 7 എടുത്ത് നോക്കാം നമുക്ക്. അന്നേരം കിട്ടുമോ നമുക്ക് നോക്കാമല്ലോ. എന്നിട്ടാകുമ്പോൾ ഇതാ നമ്മളെ ചെസ്റ്റിൻ്റെ 4/1 9 9 പ്ലസ് 1/4 ഇഞ്ച് ലൂസും ചേർത്തിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ഇതാ ഇവിടെ തന്നെ ഇങ്ങനെ വരച്ചു കൊടുത്ത്. എന്നിട്ട് രണ്ടാമത് നമ്മൾ വരച്ച ആ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, നമ്മളെ റോസ് ചോക്ക് വരച്ച് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ വീണ്ടും കേവങ്ങ് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അളന്ന് നോക്കാമല്ലോ, എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നെല്ലാം അറിയണ്ടേ. ആദ്യം നമ്മൾ അളന്ന പോലെ തന്നെ ഒരു 1/4 ഇഞ്ച് അട വിട്ടിട്ട് ഇതേപോലെ മെഷർ ചെയ്ത് നോക്കി. കണ്ടോ, 8.25 കിട്ടുന്നുണ്ട്. ഒരു ലേശം അധികം വരുന്നുണ്ട്, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് അധികം വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ കുറഞ്ഞു പോയി കഴിഞ്ഞാലാണ് നമുക്ക് സീൻ വരുന്നത്. കാരണം ആം ഹോൾ ഭയങ്കര ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിടുത്തം പോലെയൊക്കെ നിൽക്കും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ, നമുക്ക് ഇടാനൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം. തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ശരിയാക്കി കൊടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കാര്യം. ഇനി നമുക്ക് അടുത്തത് ബെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് വരെ മാർക്ക് ചെയ്ത് കേവൊക്കെ വരച്ച് കൊടുത്ത് ആ ഹോൾ കേവെല്ലാം. ഇനി നമുക്ക് ബെസ്റ്റും വേസ്റ്റൊക്കെ മാർക്ക് ചെയ്യാനുണ്ടല്ലേ. അപ്പോൾ ബെസ്റ്റിൻ്റെ അളവ് 36.5 തന്നിട്ടുള്ളത്. ചെസ്റ്റിനേക്കാളും ലേശം ഒരു 1/2 ഇഞ്ച് ജാസ്തി നമുക്ക് വരുന്നുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് 4/1 എടുത്തിട്ട് 1/4 ഇഞ്ച് ലൂസും ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിൻ്റ് വരെ വരുന്ന നീളം നോക്കിയിട്ട് നിങ്ങൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് ആ ഒരു നീളം എവിടെയാണോ വരുന്നത് അതിന് നേരെ വേണം നമ്മൾ ബെസ്റ്റ് മാർക്ക് ചെയ്യാൻ. അല്ലാതെ ബെസ്റ്റിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തെറ്റിക്കൊളായി പോയല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോൾഡർ മുതൽ നമ്മളെ ഒരു ബെസ്റ്റ് പോയിൻ്റ് വരെ വരുന്നത്, ബെസ്റ്റ് പോയിൻ്റ് മീൻസ് നമ്മളെ ഒരു നിപ്പിൾ പോയിൻ്റ് വരെ വരുന്ന ആ ഒരു ലെങ്ത്ത് ആദ്യം നിങ്ങൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന് നേരെ വേണം നമ്മൾ ബെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്യാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എൻ്റെ ഷോൾഡർ ടു ബെസ്റ്റ് പോയിൻ്റ് വരെ വരുന്ന നീളം 9.5. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടെ നമ്മൾ അതിൻ്റെ അപ്പുറം ചേർക്കണം. കാരണം നമ്മൾ ഷോൾഡറിൻ്റെ മേലെയൊക്കെ പോകുന്നതല്ലേ. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് കൂട്ടി 10 ഇഞ്ചിൽ ഒരു ചെറിയൊരു മാർക്കിംഗ് ഞാനവിടെ കൊടുത്തു. ഈടെയാണ് നമ്മളെ
ബെസ്റ്റ് വരുന്നത് ബോഡിയിൽ കേട്ടോ, 10ലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്തതിന് നേരെ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് വേണം നമ്മൾ ബെസ്റ്റിൻ്റെ 4-1 മാർക്ക് ചെയ്യാൻ. അല്ലാണ്ട് എവിടെയോ ഏകദേശം കണക്കൂട്ടി അങ്ങ് കൊണ്ടുപോയി വരച്ച് കഴിഞ്ഞാൽ എല്ലാം തെറ്റിപ്പോകും. കറക്റ്റ് ബെസ്റ്റ് പോയിൻ്റ് കണ്ടുപിടിച്ച് അതിന് നേരെയാണ് നമ്മൾ ബെസ്റ്റ് റൗണ്ടിൻ്റെ 4 നമ്മൾ 36 ഹരിക്കണം 4 നോക്കുക. ചെറിയൊരു വ്യത്യാസമേ നമുക്ക് വരുള്ളൂ. അതിൻ്റെ ഒപ്പം ഒരു 4 ഇഞ്ച് ലൂസും ചേർത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിതാ ഈ ഒരു ലൈന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി വേസ്റ്റും ഹിപ്പെല്ലാം മാർക്ക് ചെയ്തിട്ട് ഒപ്പം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ പോരെ. ഇനി നെക്സ്റ്റ് നമുക്ക് വേസ്റ്റ് അളവ്, നമ്മളെ മിഡ് വേസ്റ്റ്, നമ്മളെ ബോഡിയിലെ ആ ഒരു ഷേപ്പ്, ബെസ്റ്റ് കഴിഞ്ഞിട്ട് ഹിപ്പിൻ്റെയും ബെസ്റ്റിൻ്റെയും നടുക്ക് വരുന്ന ആ ഒരു ഷേപ്പ് അളവാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഷോൾഡർ ടു വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ട് അതിന് നേരെ നമ്മളിപ്പം ബെസ്റ്റിൻ്റെ ചെയ്ത പോലെ തന്നെ വേണം നമ്മൾ അതും ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഷോൾഡർ മുതൽ എൻ്റെ ആ ഒരു മിഡ് വേസ്റ്റ് വരെ വരുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചിലാണ് എനിക്ക് അവിടെ ഷേപ്പ് വരുന്നത്. അപ്പോൾ 14ൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 14.5 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ആ മാർക്കിങ്ങിന് നേരെ സ്കെയിൽ വെച്ചിട്ട് ഞാനിതാ 33 എൻ്റെ മിഡ് വേസ്റ്റ് വരുന്നത്. 33 ഹരിക്കണം 4 പ്ലസ് 1/4 ഇഞ്ച് ലൂസ്, 8.5 കിട്ടും. പ്ലസ് 1/4 ഇഞ്ച് ലൂസ് ചേർക്കുമ്പോൾ 8.75 മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം നല്ല ലൂസ് വേണ്ടവരാണെങ്കിൽ 1/2 ഇഞ്ചൊക്കെ കൊടുക്കണം കേട്ടോ. എനിക്കിപ്പോൾ അത്യാവശ്യം ഫിറ്റായിട്ട് നിൽക്കാനാണ് ആഗ്രഹം. ഇതാ, എന്നിട്ട് ഈ പോയിൻറ്റ്സ് തമ്മിൽ ഞാനിങ്ങനെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ നോക്കിയാട്ടെ, നമ്മൾ ബെസ്റ്റിൻ്റെ ആടെ ചെറിയൊരു കേവ് വന്നിട്ട് കണ്ടല്ലോ. അപ്പോൾ ചെസ്റ്റിനേക്കാൾ ഒരു ലേശം ബെസ്റ്റ് കൂടുതലാണ് എനിക്ക്. അപ്പോൾ ആ ഒരു ബെസ്റ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് നിർത്തിക്കണമെങ്കിൽ ആടെ നമ്മൾ കുറച്ച് സ്ഥലം കൊടുക്കണ്ടേ. ഇനി ഇതാ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കണമല്ലോ. ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ തയ്യൽ തുമ്പ്. 1.5 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മളെ ഹിപ്പിൻ്റെ അളവാണ് വേണ്ടത്. അതും ഇതേപോലെ തന്നെ നമ്മളിപ്പം ചെയ്ത മാതിരി തന്നെ ഷോൾഡർ ടു ഹിപ്പ് വരെയുള്ള ലെങ്ത് എടുക്കുക. അതിന് നേരെ കൊണ്ടുപോയിട്ട് ഹിപ്പ് റൗണ്ടിൻ്റെ 4-1 പ്ലസ് ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ 19ലാണ് ഹിപ്പ് വരുന്നത്. അപ്പോൾ 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 19.5 ആയിരിക്കും എനിക്കിവിടെ ഷോൾഡർ ടു ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് വരുന്നത്. കറക്റ്റ് ഈ ലെങ്ത്ത് നിങ്ങൾ അളന്നിട്ട് അതിന് നേരെ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോവില്ലേ. ഇതാ ഇവിടുത്തെ ഈ പോയിൻറ്റിന് നേരെ വെച്ചിട്ട് ഹിപ്പ് എനിക്ക് 39ആണ് വരുന്നത്. 39 ഹരിക്കണം 4 പ്ലസ് 1/4 ഇഞ്ച് ലൂസ്. ഇവിടെ ടൈറ്റായി പോവാണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ എങ്ങാനും ടൈറ്റായി ആയിക്കഴിഞ്ഞാൽ പിന്നെ ബോറായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 39 ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 9.25 കിട്ടും. 1/4 ഇഞ്ച് ലൂസും ചേർത്ത് 10 ഇഞ്ചിൽ ഹിപ്പിൻ്റെ റൗണ്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്. ഇവിടെയാണ് നമുക്ക് ഓപ്പണിംഗ് വരുന്നത് കേട്ടോ. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻസ് ഈ ജോയിൻ ചെയ്ത് കൊടുക്കുക പോയിൻറ്റ്സ് തമ്മിൽ കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് ഹിപ്പിൻ്റെ അടുത്തെ തയ്യൽ തുമ്പ് കൊടുക്കുമ്പം മുകളിലെല്ലാം 1.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേങ്കിൽ ഹിപ്പിൻ്റെ ഇവിടുന്ന് നമ്മൾ 1 ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഓപ്പണിങ് ചെയ്യേണ്ടതാണ്, സൈഡൊക്കെ മടക്കി അടിക്കാനുള്ളതാണ്. 1.5 ഇഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജാസ്തി ആയിരിക്കും, അത്രയൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് 1 ഇഞ്ച് ഹിപ്പിൻ്റെ ആടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതെല്ലാം എഴുതി വെക്കണം കേട്ടോ, മറന്ന് പോകാൻ പാടില്ല. എന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി മുകളിലേ വേണമെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി, തെറ്റിക്കൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ആയിട്ടാകുമ്പം നോച്ച് മാർക്ക്, ചെറിയ കട്ടിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാമല്ലോ, എളുപ്പമല്ലേ. അപ്പോൾ ഇത്ര വരെ നമ്മൾ മാർക്ക് ചെയ്ത്, ഇനി പിന്നെ ഭയങ്കര ഈസി അല്ലേ. ഇനി നമുക്ക് താഴത്തെ ആ ഒരു പോർഷൻ കൂടെ വരച്ചു കൊടുക്കാനുണ്ട്. നമുക്ക് ഈ ഹിപ്പിൻ്റെ ഈടുന്ന് സ്ട്രെയിറ്റ് കട്ട് എടുത്തിട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് നമുക്ക് ഓപ്പണിങ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ താഴെ ഭാഗത്ത് വീതി കൂടുതൽ വേണമെന്നുള്ളവർ ഈ ഹിപ്പിൻ്റെ ഇടുന്ന് ഇങ്ങനെ ഞാൻ സ്കെയിൽ വെച്ച മാതിരി ചെരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അന്നേരം താഴത്തെ ഭാഗത്ത് കുറച്ച് വീതി ഉണ്ടാവും. അതപ്പോൾ താഴത്തെ ഭാഗത്തെ വീതി അനുസരിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അധികം ചെരിച്ചിട്ട് താഴെ കൂടുതലൊന്നും കൊടുക്കുന്നില്ല, ഒരു 1/2 ഇഞ്ച് ജാസ്തി എടുക്കുന്നുണ്ട്. ഹിപ്പിൻ്റെ നമ്മളെടുത്തത് 10 ഇഞ്ചാണ്. അപ്പോൾ ഒരു 10.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെ ഭാഗത്ത്. അങ്ങനെ കുറേ വീതിയിൽ എനിക്ക് താഴെ വരുന്നത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ നല്ല വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ താഴെ വീതി കൊടുക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇതാ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കൊടുക്കുക.
കണ്ടല്ലോ നിങ്ങൾ, ചെറിയൊരു ചെരിവ് മാത്രം, ഒരു അര ഇഞ്ച് ജാസ്തിയാക്കിയതിൻ്റെ ചെരുവേ നമുക്കിവിടെ വരുന്നില്ലോ. പിന്നെ നമ്മൾ നല്ലോണം താഴെ കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ സൈഡിലൊരു കേവൊക്കെ കൊടുക്കാനുണ്ട്. ഞാൻ വേറെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും. ഓക്കെ. പിന്നെ ഇതാ ഇവിടുത്തെ തയ്യൽ തുമ്പെല്ലാം 1 ഇഞ്ചാണ് മടക്കി അടിക്കേണ്ടതാണ്. താല് നല്ല വീതി ആക്കുന്നുണ്ടെങ്കിൽ തറ്റത്തെ ഭാഗത്ത് ഒരു അര ഇഞ്ച് കേവ് കൊടുക്കണം, അല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ കേവൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ മതി. മനസ്സിലായല്ലോ? താഴെ ഭാഗത്തെല്ലാം 1 ഇഞ്ച് കൊടുത്തു. ഹിപ്പ് മുതൽ താല് വരെ 1 ഇഞ്ച് സീം അലവൻസ് മാത്രമേ നമുക്ക് വേണ്ടൂ. കാരണം ആടെയൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് മടക്കി അടിക്കുന്നതല്ലേ, നല്ല വണ്ണത്തിലായി പോകും കുറേ തയ്യൽ തുമ്പെല്ലാം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്ര വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത്, നെക്ക് ലെങ്ത്ത്, പിന്നെ സ്ലീവ് ആണുള്ളത്. ഇനി സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് നെക്കിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. നമ്മൾ സ്ലീവ് ഫുൾ സ്ലീവ് വിത്ത് പഫാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ സ്ലീവിൻ്റെ മുകളിൽ ലേശം പഫ് വരുന്ന രീതിയിലുള്ള മോഡൽ സ്ലീവ് തന്നെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തുണി നമുക്ക് കുറച്ച് തുണിയെല്ലാം വേണം, ഫുൾ സ്ലീവ് എടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇതിൻ്റെ വീതിയും നീളവും നമുക്ക് കണക്കാക്കാനുണ്ട്. തുണീൻ്റെ ഇങ്ങനെ രണ്ടായി മടക്കി ഇടുമ്പം അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആം ഹോൾ റൗണ്ട് 16 ആണേ. 16ൻ്റെ പകുതി 8 അല്ലേ. ഈ 8 പ്ലസ് ഒരു അര ഇഞ്ച് കൂട്ടിയിട്ടുള്ള വീതിയാണ് ഇങ്ങനെ മടക്കി ഇടുമ്പം നമ്മൾ അളന്ന് നോക്കുമ്പോൾ എടുക്കേണ്ടത്. അത്രയേ നമുക്ക് വേണ്ടൂ. ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി പ്ലസ് അര ഇഞ്ച്. ഇനി ഇതാ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 21 ഇഞ്ച് ലെങ്ത്തിന് സ്ലീവ് വേണം. അപ്പോൾ നമ്മൾ 22.5 മാർക്ക് ചെയ്യണം. അതിന് മുന്നേ താഴത്തെ ഭാഗം ലേശം ലെവലാക്കി കൊടുക്കുന്നുണ്ട്, ചെറിയ ചെരിവൊക്കെ ഉണ്ട് തുണിക്ക്, അതുകൊണ്ടാണ്. ഇപ്പം ഞാനിതാ 22.5 ഇഞ്ചിൽ 1 ഇഞ്ച് താഴെ മടക്കിയെടുക്കാൻ, അര ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാൻ, അങ്ങനെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് സ്ലീവ് ഇവിടെ മാർക്ക് ചെയ്തേ. ഞാൻ ഈ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് തുണി വേണം. ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് മുകളിലോട്ട് വേണം. കാരണം നമുക്ക് പഫിന് മേളിലാണ് കൊടുക്കാനുള്ളത്, വീതിയിലൊന്നും വേണ്ട. നമ്മൾ മുകളിലാണ് പഫിന് വേണ്ടി കൊടുക്കുന്നത് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ നോർമൽ ഒരു സ്ലീവ് വരച്ചിട്ടാണ് പഫ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള വീതി ഞാൻ പറഞ്ഞല്ലോ 8 പ്ലസ് അര ഇഞ്ച് കൂട്ടി 8.5 വീതി എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് 8.5 വീതി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. നമുക്ക് കറക്റ്റ് 8.5 ആയിട്ട് തുണി എടുക്കാം. ഇതിൻ്റെ ഇപ്പുറത്തോട്ടൊക്കെ ലേശം കണ്ടല്ലോ, അത്രയൊന്നും നമുക്ക് വേണ്ട. അതിപ്പം ഞാൻ വേസ്റ്റ് ചെയ്ത് കളയാനല്ലേ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് 8.5 വെച്ച് മടക്കി കൊടുക്കാം. ഇനി ഈടെന്ന് താഴോട്ടേക്ക് ഞാനൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യും. നമുക്ക് 3.5 മുതൽ മാർക്ക് ചെയ്യാം. ചെറിയ സ്ലീവ് ആണെങ്കിൽ 3.5 അങ്ങനെയൊക്കെ നോക്കണം. വലിയ സ്ലീവ് ആയതുകൊണ്ട് ഞാൻ 4 ഇഞ്ച് ഇടുന്ന് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുത്ത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്നിട്ട് ഇതാ ആടെന്ന് നമ്മളെ ആ ഒരു മിഡ് പോയിൻ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ലൈൻ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കൊടുത്തു. ഇനി നിങ്ങൾ ഈ ലൈൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കിയായിട്ട് എത്ര വരുന്നുണ്ടെന്ന്. നമുക്ക് 8.5-നേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട് അല്ലേ. നോക്ക് നിങ്ങൾ, 9.5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 8 വേണ്ടു. നമ്മളെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി 8ആണ് ശരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് 8 മാത്രം ഇവിടെ മാർക്ക് ചെയ്തിട്ട് ബാക്കി തയ്യൽ തുമ്പായിട്ട് എടുക്കാമല്ലോ. നമ്മൾ മുകളിൽ സ്ട്രെയിറ്റ് വീതി നമ്മൾ എടുത്തത് 8.5 ആണെങ്കിലും താരിപ്പം ചെരിച്ചിട്ട് ലൈൻ വന്നുകൊണ്ട് കൂടുതൽ കിട്ടിയല്ലോ തയ്യൽ തുമ്പിനടക്കം. അതുകൊണ്ടാണ് വീതി അങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ 8 കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് ബാക്കി തയ്യൽ തുമ്പായിട്ട് അങ്ങ് പോയിക്കോട്ടെ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് അവിടെ കിട്ടി. ഇനി ഈ ലൈനില്ലേ നമ്മൾ 8 മാർക്ക് ചെയ്ത ഈടുന്ന് കറക്റ്റ് മിഡ് പോയിൻ്റ് 4-ലൊരു മാർക്കിങ് കൊടുക്കണം. നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ കൊണ്ടുവന്ന് താഴോട്ടും ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ അവിടെ ഒരു അര ഇഞ്ച് താഴ്ത്തി നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല. ഇങ്ങനെയാണ് നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും നോക്കണേ നിങ്ങൾ. മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. കൈവണ്ണം കറക്റ്റായിട്ട് എടുക്കണം. ഫുൾ സ്ലീവ് ആയിട്ട് നമുക്ക് താഴത്തെ അളവും പിന്നെ അതിൻ്റെ നടുക്ക് വരുന്ന എൽബോ അളവും എല്ലാം എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ താഴത്തെ അളവ് ഇതേപോലെ നമുക്കിങ്ങനെ ടാപ്പ് ഇങ്ങനെ ചുറ്റിയിട്ട് എടുക്കാമല്ലോ. നല്ല ടൈറ്റാക്കി കഴിഞ്ഞാൽ കൈ മടക്കാനും തിരിക്കാനൊന്നും പറ്റാണ്ടൊക്കെ ആകും, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 7 എടുക്കുന്നുണ്ട്. എനിക്ക് ലേശം ലൂസിലങ്ങ് വന്നോട്ടെ. അപ്പോൾ 7 7ൻ്റെ പകുതി തുണി 2ആയി മടക്കിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ 7ൻ്റെ പകുതി എടുത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 3.5 മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ലൂസ് വേണമെങ്കിൽ 1/4 ഇഞ്ച് ലൂസും നമുക്ക് കൊടുക്കാം. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് തന്നെ കൊടുത്തേക്കാം.
പിന്നെ നമ്മളെ ഈടത്തെ ഒരളവും കൂടെ ഈടത്തെയും എടുക്കാം. പിന്നെ നമ്മളെ ആ ഒരു മുട്ട് വരുന്ന ഭാഗമില്ലേ, എൽബോ വരുന്ന ആടത്തെ അളവ് നമുക്ക് എടുക്കാം. അങ്ങനെ നിങ്ങളൊരു വിട്ട് വിട്ട് ഇങ്ങനെ അളവ് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൈ നല്ല ഫിറ്റായിട്ട് നമുക്ക് വരും. ലൂസ് ആയി പോകുന്ന സീനൊന്നും നമുക്ക് വരില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇങ്ങനെയൊക്കെ എടുത്ത് ചെയ്യാനെല്ലാം പറയുന്നത്. പിന്നെ കണ്ടോ, ഈ മുകളിലത്തെ നമുക്ക് ഈടുത്തെ ഈ ഒരു മസിൽ റൗണ്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ആടുത്തെ ഒരു അളവെടുത്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്ലീവ് നമുക്ക് കിട്ടും. ലൂസ് വരുന്ന സീനൊന്നും വരില്ല. അളവെടുക്കും കൃത്യമായിട്ട് എടുക്കണം കേട്ടോ. ടൈറ്റായി പോകരുത്. ഫുൾ സ്ലീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ്ങും കൂടെ വരികയാണെങ്കിൽ കൈ മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിയുടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും സ്ലീവിന് ലൈനിങ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നില്ല. എനിക്കിഷ്ടമല്ല സ്ലീവിന് ലൈനിങ് കൊടുക്കുന്നത്, എന്നാണെന്നറിയില്ല. എനിക്ക് ഭയങ്കര തടി പോലെ തോന്നുക ചെയ്യുക. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ആയി. നോർമൽ സ്ലീവ് ആയ മുകളിൽ കുറച്ച് തുണി ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്താക്കണം, പഫാക്കി എടുക്കണ്ടേ. ഈ മോഡൽ പഫ് നല്ല ട്രെൻഡിങ് ഒക്കെ ആയി വന്നിട്ടുണ്ട് സാരി ബ്ലൗസിനൊക്കെ 3/4 സ്ലീവൊക്കെ വരുമ്പം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു തരാം എന്താണ് എൻ്റെ സ്ലീവ് മോഡൽ എന്നുള്ളത്. ഇതേപോലെ ഞാനൊരു ഇത് വരയ്ക്കുന്നുണ്ട്. ഇതാ കൈ കണ്ടേ നിങ്ങൾ. ഈ മുകളിൽ ഇങ്ങനെ കുറച്ച് പൊന്തിങ്ങ് നിൽക്കും, താഴോട്ട് വരുമ്പം സാധാ പോലെ തന്നെ നിൽക്കും. കണ്ടോ, ഈ മുകളിൽ മാത്രം ലേശം പഫ് വരുന്ന നമ്മളെ സ്ലീവ് അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് നമുക്ക് മുകളിൽ മാത്രം ലേശം തുണി വേണമെന്ന് പറഞ്ഞത്. വീതിയിൽ നമുക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുകളിലാണ് നമുക്ക് തുണി വേണ്ടുന്നത് ഇമാതിരി സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതാ മാർക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കണേ. ഞാനിതാ ഈടുന്ന് ആ സ്ലീവ് മാർക്ക് ചെയ്ത് നടുക്കത്തെ പോയിൻ്റിൽ നിന്ന് ആടുന്ന് മുകളിലോട്ടേക്ക് ഒരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 3, 3.5 മാർക്ക് ചെയ്യാം. 4 മാർക്ക് ചെയ്യാതെ നല്ലോണം പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാവും. 2.5 മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ 3 എടുക്കുന്നില്ലൂ. എനിക്ക് അങ്ങനെ കൂടുതൽ അങ്ങനെ പൊന്തി നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതാ 3 എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഈടുന്ന് നമ്മളെ ആ ഒരു നോർമൽ സ്ലീവ് നമ്മൾ ആദ്യം വരച്ച മിഡ് പോയിൻ്റ് കണ്ടില്ലേ, ആടത്തേക്ക് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കുന്നത്. ആടത്തേക്കും കൊടുക്കാം, അതിൻ്റെ അപ്പുറത്തേക്കും കൊടുക്കാം, സീനൊന്നുമില്ല. അങ്ങ് ദൂരോട്ട് പോയി കൊടുക്കണ്ട. ആ ഒരു മിഡ് പോയിൻറ്റിൻ്റെ തൊട്ടടുത്തൊക്കെ ആവാം, അല്ലെങ്കിൽ മിഡ് പോയിൻറ്റിലേക്കും കൊണ്ടുവരാം. അല്ല നിങ്ങളെ ഇഷ്ടം, ഇങ്ങനെയും കൊണ്ടുവരാം. മനസ്സിലായല്ലോ? ഇതാണ് ഈ ഒരു സ്ലീവ് വരുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്ലീവ്. നോക്ക്, കണ്ടോ നിങ്ങൾ? ഇതുപോലെയാണ് വരച്ചു കൊടുക്കേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ പഫ് ഇട്ട് കൊണ്ടുവരും. ഇനി ഈ സ്ലീവ് ഞാൻ കട്ട് ചെയ്യട്ടെ. ഇത് കട്ട് ചെയ്തിട്ട് ഇത് മുകളിൽ വെച്ചിട്ട് അടുത്ത സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം ലേശം കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്യാം. നമ്മൾ ബോഡി പാർട്ട്, ഫ്രണ്ട് ബോഡി പാർട്ടിൽ എത്രയാണോ കുഴിച്ച് കട്ട് ചെയ്തത് അത് തന്നെയാണ് നമുക്ക് സ്ലീവിൻ്റെ അകത്തും കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതേപോലെ ഇനി ഇതിങ്ങനെ അടുത്തത് സ്ലീവ് കട്ട് ചെയ്യാൻ വീണ്ടും നമുക്ക് തുണി ഇങ്ങനെ 2ആയി ഇട്ടിട്ട് ഇതങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാമല്ലോ. ഈസി അല്ലേ? നമുക്കിനി വേണമെങ്കിൽ ആദ്യമേ ഒപ്പരം കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. ലൈനിങ് വേണമെങ്കിൽ ലൈനിങ് കട്ട് ചെയ്തിട്ട് നല്ല തുണി കട്ട് ചെയ്താലും മതി. ഇവിടെ ഞാൻ ആദ്യം വരച്ച് കൊളാക്കിയതാണ് കേട്ടോ. എന്തായാലും ഇവിടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം. വീതിയൊക്കെ കണക്കാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് നോക്കുക. തുണിയൊന്നും വേസ്റ്റ് ചെയ്യാണ്ടൊക്കെ ആക്കാം നമുക്ക്. പിന്നെ കുറേ തുണി ഉണ്ട് എനിക്ക് ബാക്കി. 2 മീറ്ററാണ് നമ്മൾ സാധാരണ നോർമൽ ടോപ്പിന് എടുക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെക്കണേ. പിന്നെ അംബ്രല്ല ടൈപ്പ് ചുരിദാറും പ്ലീറ്റഡ് ചുരിദാറൊക്കെ ആണെങ്കിൽ 3 മീറ്റർ 3.5 മീറ്ററൊക്കെ നമുക്ക് തുണി വേണം. 2 മീറ്ററിനെ കൊണ്ട് അധികം എത്തൂല കേട്ടോ. ഓക്കെ, ഇത് കട്ട് ചെയ്തെടുക്കട്ടെ ഇങ്ങനെ തന്നെ. ഇതാ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തല്ലോ, അപ്പോൾ ലെവലാക്കാൻ വേണ്ടി വരച്ച ലൈൻ ഞാൻ കട്ട് ചെയ്യാൻ മറന്ന് അതെല്ലാം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ വേഗം കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം. അങ്ങനെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിനെ നിവർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭാഗവും മുട്ടിച്ച് വെച്ചിട്ട് 2 സ്ലീവിനെ ഇങ്ങനെ നമുക്ക് നിവർത്തി ഇട്ട് കൊടുക്കണം. ഈ ഒരു സ്ലീവിൻ്റെ മുകളിലേക്ക് ഇതാ രണ്ടാമത്തെ സ്ലീവ് ഇങ്ങനെ നല്ല ഭാഗം മുട്ടിച്ച് വെച്ച്, മനസ്സിലായല്ലോ? മോശം ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ നീറ്റായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ സ്ലീവിൻ്റെ മിഡ് പോയിൻ്റൊക്കെ നോച്ച് മാർക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഓർത്ത് വെച്ചിട്ട് ചെയ്തോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, നിങ്ങൾക്കതൊന്ന് ഭംഗിയിൽ വെക്കട്ടെ.
നമ്മളെ സ്ലീവിൻ്റെ മിഡ് പോയിൻ്റ് ഇതാണ് കേട്ടോ, നടുക്ക് വരുന്നത് ഈടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടോ, ഈടെയാണ് നമുക്ക് ചുളിവുകൾ വരുന്നത്, അധികവും പൊന്തി നിൽക്കുന്നത്. ഇത് ഈടുന്ന് ഇങ്ങനെ തയ്യൽ തുമ്പിൻ്റെ അങ്ങോളം കയറ്റി കട്ട് ചെയ്യേണ്ട, ഈടുന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നു, ഇതാ മേലോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. നമ്മൾ തിരിയാത്ത പോലെ നീറ്റായിട്ട് ഈ ഒരു പോർഷനിൽ മാത്രം ഒരു 1/4 ഇഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്രയാണോ ബോഡിയിൽ കട്ട് ചെയ്തത്, നമ്മളെ ഫ്രണ്ട് പാർട്ടിൽ കട്ട് ചെയ്തത്, അതന്നെ നമ്മൾ ഈടെയും കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റക്കുറച്ചിലെല്ലാം വരും, പണി കിട്ടും നമുക്കങ്ങനെ. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ സ്ലീവിനൊക്കെ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റും, പക്ഷെ എന്നാലും നല്ല നീറ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ പണിയും നമുക്ക് ആയി. ഇവിടെയും ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നതിനാണ് നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കുക എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചോക്ക് എടുത്തിട്ട് ഒരു 2 ലൈൻ അവിടെ കൊടുത്തോ, പിന്നെ കൺഫ്യൂഷനൊന്നും നമുക്ക് വരണ്ടല്ലോ. ഓക്കെ, നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ട് സ്ലീവിൻ്റെ. പിന്നെ നമുക്കിനി നെക്കിൻ്റെ പണിയാണ് ഉള്ളത്, അത് നമുക്ക് നോക്കാം. നെക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ക്യാൻവാസ് ഇല്ലാതെയും ചെയ്യാം, ലൈനിങ് വെച്ചിട്ട് തിരിച്ച് മറിച്ചിടാൻ പറ്റുന്ന രീതിയും ഉണ്ട്. 3 രീതിയിൽ നമുക്ക് നെക്കിനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെതും പിന്നെ ഇതിൻ്റെ എല്ലാം ലൈനിങ് കട്ട് ചെയ്യുന്നതും പിന്നെ സ്റ്റിച്ചിങ്ങും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ആയിട്ട് നല്ല വൃത്തിക്ക് തന്നെ പഠിക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ നോക്കുമ്പോഴത്തേക്ക് ക്യാൻവാസ് തീർന്നു പോയിട്ടാണ് ഉള്ളത്, അതിപ്പോൾ എനിക്ക് വാങ്ങണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അത് നെക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ ഇത്ര വരെ എല്ലാവരും നല്ല നീറ്റായിട്ട് തന്നെ പഠിച്ച് കട്ട് ചെയ്തൊക്കെ വെക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബായ്. പിന്നെ നമുക്ക് പാട്യാല പാൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഏച്ചി. അതെന്തായാലും അടുത്ത ക്ലാസ് ആയിട്ട് തന്നെ വരും കേട്ടോ, അതെന്തായാലും പഠിപ്പിക്കും. പിന്നെ 2-3 കാര്യങ്ങളൂടെ പറയാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ, ബൈ.